ഞാനൊരു ദൃശ്യം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഇന്ന് പ്രധാനമായും പ്രസ് ബ്രീഫിംഗിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞതും ഒപ്പം നമ്മുടെ സേനാ പ്രതിനിധികൾ പറഞ്ഞതുമായൊരു കാര്യം, സിവിൽ എയർലൈനെ മറയാക്കിക്കൊണ്ട് ഡ്രോൺ ആക്രമണം നടത്തുന്നു, ടർക്കിഷ് ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ നിമിഷമുള്ള നമ്മുടെ ഫ്ലൈറ്റ് റഡാർ 24-ൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കൊണ്ടുവരുന്നത്. ഇന്നലെ സമാനമായ ഒരു ദൃശ്യം ഇന്നലെ പുറത്തുവിട്ടിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ എയർ സ്പേസിൽ വിമാനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നോക്കൂ, ഇതാണ് പാകിസ്ഥാൻ്റെ ആകാശത്തിന് മുകളിലുള്ള എയർ സ്പേസിൽ നിങ്ങൾക്ക് വിമാനങ്ങൾ കാണാം. നമ്മുടെ ബോർഡർ കിടക്കുന്ന ദൃശ്യങ്ങൾ നോക്കൂ. ഇതാണ് നമ്മുടെ ബോർഡർ. ആ ബോർഡറിൻ്റെ പ്രദേശത്തേക്ക് ചേർന്ന് എത്ര വിമാനങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. ദിസ് ഈസ് ദ ലൈൻ ഓഫ് കൺട്രോൾ. ഈ ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്നുള്ള വിമാനങ്ങൾ പ്രേക്ഷകരൊന്ന് നോക്കണം. ഇതാണ് പാകിസ്ഥാൻ്റെ കളി. പാകിസ്ഥാൻ്റെ ട്രാപ്പ് ഇവിടെയാണ്. ഇതൊരു പാകിസ്ഥാൻ ലാഹോർ ഭാഗത്ത് കൂടി പറക്കുന്ന വിമാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഇസ്ലാമാബാദ് ഭാഗത്തേക്ക് പറക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് കറാച്ചി മേഖലയിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ലൈൻ ഓഫ് കൺട്രോളിനോട് തൊട്ടടുത്താണ് പാകിസ്ഥാൻ ഇപ്പോൾ വിമാനങ്ങൾ പറത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിവിൽ വിമാനങ്ങളാണ് എന്നുള്ളതാണ്. ഇന്നലെ ഈ ലാഹോർ ഭാഗത്തേക്ക് ഏകദേശം ഈ സ്ഥലത്തു വരെയാണ് ഇന്നലെ വിമാനം എത്തിയിരുന്നത്. ഇതിൻ്റെ മറപറ്റിയാണ് പഞ്ചാബിലേക്കും ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലേക്കും ഫയറിംഗ് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇന്നലെ ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് പുറപ്പെട്ട എയർബസിൻ്റെ ഒരു സിവിൽ യാത്രാ വിമാനത്തിനെ ഷീൽഡാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ ടർക്കിഷ് ഡ്രോണുകൾ പഞ്ചാബിലേക്കും ഒപ്പം തന്നെ രാജസ്ഥാനിലേക്കും ജമ്മു കാശ്മീരിലേക്കും പറത്തിയിരുന്നത്. എന്നാൽ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ സ്പേസ് എത്ര മാന്യമായിട്ടാണ് ഇന്ത്യൻ മിലിറ്ററി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ എയർ സ്പേസ് പൂർണ്ണമായും വെസ്റ്റേൺ ബോർഡറിലുള്ള എയർ സ്പേസ് പൂർണ്ണമായും നമ്മൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് ഒരൊറ്റ വിമാനം പോലും ഇല്ല എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അതേസമയം പാകിസ്ഥാൻ്റെ എയർ സ്പേസ് നമ്മൾ നോക്കിയാൽ നോക്കൂ, 1, 2, 3, 4, 5, 6, 7 7 വിമാനങ്ങൾ അതിർത്തിയോട് തൊട്ടുചേർന്നുള്ള പ്രദേശങ്ങളിൽ ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ ടർക്കിഷ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തുന്നതും. അതായത് പാകിസ്ഥാൻ ഇതൊരു കെണിയാണ് ഇന്ത്യക്ക് ഒരുക്കുന്നത്. ആ കെണിയിൽ ഇന്ത്യ വീഴുന്നില്ല. ഇന്ത്യയിലേക്ക് കടക്കുന്ന എല്ലാ ഡ്രോണുകളെയും നമ്മൾ വെടിവെച്ചിടുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ എയർ സ്പേസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ അല്പസമയം മുമ്പ് വരെ നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ ഈ പ്രദേശത്ത് ഇന്നലെ എന്താണോ വ്യോമിക സിംഗ് എന്ന് പറഞ്ഞത്, ഈ പ്രദേശത്ത് ഒരു വിമാനം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പ്രദേശത്ത് ഇന്നലത്തേതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഈ യാത്രാ വിമാനത്തെ മറയാക്കിക്കൊണ്ടാണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ പ്രേക്ഷകരിലേക്ക് നൽകിയത് എന്താണ് പാകിസ്ഥാൻ്റെ സ്ട്രാറ്റജി എന്നുള്ളത് ഇന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വിക്രം മിശ്രിയും ഒപ്പം തന്നെ ഡിഫൻസിൽ നിന്നുള്ള പ്രതിനിധികൾ വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും വ്യക്തമാക്കിയ കാര്യം ഒരിക്കൽ കൂടി മനസ്സിലാക്കാനാണ്. ടിപ്പിക്കലി സെയിം ഇന്നലെ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. പാകിസ്ഥാൻ അവരുടെ സിവിൽ യാത്രക്കാരെ, വിമാനയാത്രക്കാരെ ഷീൽഡാക്കിക്കൊണ്ട് ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പറത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ പലതും വിദേശയാത്രികർ അടക്കമുള്ള വിമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഔട്ട്റൈറ്റായിട്ട് മിസൈലുകൾ ഇതിനെതിരെ തൊടുക്കുക സാധ്യമല്ല. കാരണം ഈ ഏതെങ്കിലും കാരണവശാൽ ഈ സിവിൽ വിമാനങ്ങളിൽ, ഈ യാത്രാ വിമാനങ്ങളിൽ ആ മിസൈലുകൾ തൊട്ടാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. സോ പാകിസ്ഥാൻ എപ്പോഴും ആ ട്രാപ്പാണ് ഒരുക്കുന്നത്. വളരെ ഭീരുക്കളായ ഒരു സിസ്റ്റത്തിൻ്റെയാണ്, ഒരു ദുർബലമായ സ്റ്റേറ്റിൻ്റെ ലക്ഷണമാണ് സോഫ്റ്റ് ടാർജറ്റുകൾ ലക്ഷ്യം വയ്ക്കുക, അതല്ലെങ്കിൽ സിവിൽ ടാർജറ്റുകളെ ഷീൽഡാക്കുക.